ഇന്ന് ഞാൻ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഓലൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സാധനം മിസ്സായി പോയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കണം. കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. പിന്നെ കറിവേപ്പില എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട്, തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പല്ല കേട്ടോ, തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വെച്ചേക്കണ ആ കറിക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കറി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഓണത്തിന് നിങ്ങൾ ഓലനുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ കറി നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല മധുരമുള്ള ഒരു കറിയാണത്. എനിക്ക് തോന്നുന്നു പൈനാപ്പിൾ കറി ആയിരുന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പൈനാപ്പിൾ കറി. അപ്പോൾ ഇന്നത്തെ പൈനാപ്പിൾ കറി എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ പൈനാപ്പിൾ കറി റെഡിയാക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. പൈനാപ്പിൾ എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ വേണം പൈനാപ്പിൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈനാപ്പിളിൻ്റെ തൊണ്ട് മാറ്റാം. നമ്മുടെ നാട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ടൈപ്പ് പൈനാപ്പിൾ കിട്ടും. ആ പൈനാപ്പിൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ആ പൈനാപ്പിളിൻ്റെ കളറ് നല്ലൊരു മഞ്ഞ കളറിൽ നിന്ന് ചെറുതായിട്ട് മാറിയിട്ട് ചെറുതായിട്ടൊരു ഓറഞ്ച് കളറിൽ വരും. ആ പൈനാപ്പിളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. പൈനാപ്പിളിൻ്റെ ഇതിന് ഈ സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ ഭയങ്കര കനത്തിലിരിക്കും. ഇതിന് ഈ എന്താ പറയുക, കൂനാന്നാട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ ഇതങ്ങോട്ട് ചെത്തി മാറ്റണം. ഇത് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചൊറിയെന്ന് പറയും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ പൈനാപ്പിളിൻ്റെ തൊണ്ടായിരുന്നാൽ അത്യാവശ്യം നല്ല കനത്തിൽ ചെത്തി മാറ്റണം. ഇതിപ്പോൾ മറ്റേ ഒരു ഇതുണ്ടാവില്ലേ, ഇത് ശരിക്കും അങ്ങോട്ട് പോകണം കേട്ടോ. ഇത് നമുക്ക് പൈനാപ്പിളിന് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ ഈ കറി റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ചിലർ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കണ്ട, കുറച്ചും കൂടി നല്ല ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് ഇങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇത് കറിയിലൂടെ നന്നായിട്ട് ചേർന്ന് വരികയും ചെയ്യും. കറി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തില്ലേ, ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വയ്ക്കാം. ചില പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മഞ്ഞ കളർ ഉണ്ടാവില്ല, ഉള്ളിൽ ഇങ്ങനെ ഒരു വെള്ള കളറായിരിക്കും. അങ്ങനത്തെ പൈനാപ്പിൾ വെച്ചിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും അങ്ങനത്തെ പൈനാപ്പിൾ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ചും കൂടി നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ നെരുന്നിനെ അരിയാന്ന് പറയില്ലേ, അതേപോലെ നെരുന്നിനെ അരിഞ്ഞു കൊടുക്കുക. ഈ പൈനാപ്പിൾ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ പൈനാപ്പിൾ കറിക്ക് വയ്ക്കുമ്പോൾ എല്ലാവരും പൈനാപ്പിളിലേക്ക് വെള്ളം ചേർത്തിട്ടാണ് പൈനാപ്പിൾ വേവിക്കുക. പക്ഷേ ഞാനിവിടെ വെള്ളം ചേർക്കാണ്ടാണ് പൈനാപ്പിൾ വേവിക്കുന്നത്. കാരണം ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കഴിയുമ്പോൾ തന്നെ ഈ പൈനാപ്പിളിൻ്റെ ഉള്ളിലെ ജ്യൂസൊക്കെ നന്നായിട്ട് വരുമല്ലോ. ആ ജ്യൂസും കൊണ്ട് തന്നെ പൈനാപ്പിൾ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി സെപ്പറേറ്റ് വെള്ളം ചേർക്കണ്ട. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് തിരുമാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കട്ടെ, ഏകദേശം അളവിൽ ഉപ്പ് ചേർക്കുക. ഇപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയൊക്കെ ഒന്ന് റെഡി ആവുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാമല്ലോ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്തായിരുന്നാലും മതിയാവില്ല. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒക്കെ ചേർക്കുമല്ലോ. അപ്പോൾ ഇനി പൈനാപ്പിൾ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ജ്യൂസ് വരുന്നില്ലേ, അങ്ങനെ തിരുമ്മി പൈനാപ്പിൾ ഭയങ്കരമായിട്ട് ഉടച്ച് കളയണ്ട. ചെറുതായിട്ടൊരു വെള്ളം കൊടുത്തിട്ട് പൈനാപ്പിൾ ഒന്ന് തിരുമ്മ. പൈനാപ്പിൾ ഒരെണ്ണം ഓടിപ്പോണം. അപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം. അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കണ പൈനാപ്പിൾ ഇപ്പം ഇനിയിപ്പോൾ മധുരം ഇല്ല, ഇപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിൾ കറി വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയുള്ള പൈനാപ്പിൾ കഴിയുന്നത് എടുക്കാണ്ടിരിക്കാൻ നോക്കുക. ഇനി മധുരം കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ തിരുമണ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഇങ്ങനെ തിരുമ്മിയിട്ട് എടുക്കുക. പൈനാപ്പിൾ തിരുമ്മിയിട്ട് പൈനാപ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ജ്യൂസ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം. മസാലപ്പൊടികളായിട്ട് 3 തരത്തിലുള്ള മസാലപ്പൊടികളാട്ടോ ചേർക്കണത്. മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്, മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളകും ചേർക്കും. കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് കറിവേപ്പില ചേർക്കാത്തത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണിലേക്കാളും ഒരു പൊടിക്കും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ടേബിൾ സ്പൂണിലല്ല കേട്ടോ ചേർത്തേക്കുന്നത്, ടീസ്പൂണിലാണ് ചേർത്തത്. ഇനി മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ഞാനിതിലേക്ക് കുറച്ചാൽ ചേർക്കണുള്ളൂ. പച്ചമുളകാണ് കൂടുതൽ ചേർക്കണത്. കാരണം ഈ കറിയുടെ കളറ് എനിക്കൊരു നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂണും ചേർത്തു. മുളക് പൊടി 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും പിന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ. കുരുമുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ടീസ്പൂണിലാണ് ചേർക്കുന്നത്, എല്ലാവരും 1 ടേബിൾ സ്പൂണിലല്ല കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 3 മസാലപ്പൊടികളും ചേർത്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കണം. 6, 7, 8 പച്ചമുളകാണ് ചേർക്കണത്. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ അരച്ചിട്ട് ചേർക്കും. തേങ്ങ അരച്ചിട്ട് ചേർക്കുമ്പോഴും ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ട്. പിന്നെ പൈനാപ്പിളിനൊക്കെ ആയിരുന്നാലും ഒരുപാട് വേവൊന്നുമില്ലല്ലോ. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടി വയ്ക്കണ്ട. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇതുകൊണ്ട് അടുപ്പത്തേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കും. അപ്പോൾ നമുക്കിതാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് തേങ്ങയുടെ പണി നോക്കാം. അപ്പോൾ ഇത് മൂടി വയ്ക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് മൂടി തന്നെ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതങ്ങനെ പെട്ടെന്ന് അങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല. പക്ഷെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. ഇവിടെ ചില സമയത്ത് ഞങ്ങൾക്ക് കറിവേപ്പില കിട്ടില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേന്ന്. നാട്ടിൽ നിന്ന് കറിവേപ്പില ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ടുള്ള ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ കറിയിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയായിട്ട് എടുത്തത്. ഇത് അതിൻ്റെ പകുതി മുറിയാണ്. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി എടുക്കുക. പിന്നെ ഞാനിവിടെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഈ കശുവണ്ടി ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഇതേപോലെ നമ്മൾ തേങ്ങ അരച്ച് വെക്കണ കറികളിൽ കശുവണ്ടിയും കൂടിയിട്ട് ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ അരച്ച് വയ്ക്കുന്ന എന്ത് കറിയിലും ഇതേപോലെ കുറച്ച് കാഷ്നട്ടും കൂടിയും ചേർക്കാം. നമുക്ക് ചെറിയ ജീരകവും കൂടിയും ചേർക്കണം. അപ്പോൾ ചെറിയ ജീരകം ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കണത്. ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ചോദിക്കാറുണ്ട് ഏത് ടൈപ്പ് ജീരകമെന്ന്. കുമിൻ സീഡ്സ് എന്ന് പറയില്ലേ, അതാട്ടോ ചെറിയ ജീരകം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്ക് തേങ്ങ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ട് എടുക്കുമ്പോൾ എൻ്റെ മിക്ക വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, നമ്മളിപ്പോൾ ടാപ്പിൽ എടുക്കുന്ന വെള്ളമായിരിക്കുമല്ലോ സാധാരണ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, എന്ത് വെള്ളമായിരുന്നാലും. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നല്ല തണുത്ത വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുക. അതേപോലെ തന്നെ ഫ്രിഡ്ജിലിരുന്ന തേങ്ങയാണെങ്കിലും വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട്, ഒരുപാട് ചൂടൊന്നും വേണ്ട. വെള്ളത്തിൻ്റെ ആ ചൂടിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഒരു ഇളം ചൂടെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചൂടിൽ അരച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ തണുത്ത തേങ്ങയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ക്രീം പോലെ ഇരിക്കും, നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. പിന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ടത് തൈരാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ തൈര് ഇങ്ങനെ ഭയങ്കര പുളിയുള്ള തൈരല്ല കേട്ടോ എടുത്തേക്കുന്നത്, ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ കറിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 1.5 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കട്ടയിൽ ഉടച്ചിട്ട് ഇടണം. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടൊന്ന് എടുക്കും. പിന്നെ ഇനി നമുക്ക് കറിയിലേക്ക് ഏറ്റവും ലാസ്റ്റ് താളിച്ച് ചേർക്കണമല്ലോ. അപ്പോൾ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ
ഉലുവ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. ഇതേപോലത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ താളിച്ചൊക്കെ ചേർക്കുമ്പോൾ ചുവന്നുള്ളിയൊക്കെ ചേർക്കില്ലേ, പക്ഷേ ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ഒന്നും ചേർക്കില്ല കേട്ടോ. കാരണം ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് കേടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഓണസദ്യക്ക് വയ്ക്കുന്ന കറികളിലേക്കും ഈ ചുവന്നുള്ളി അല്ലെങ്കിൽ ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കൽ ഭയങ്കര കുറവാണ്. കറി ഒന്ന് തുറന്ന് നോക്കട്ടെ. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ. ഇതിങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച ഒരു മണം വരും, പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ വേവുമ്പോഴേക്കും ഈ തേങ്ങ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ തേങ്ങ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്. കാരണം ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. വെള്ളം ചൂടാകുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, ഒരുപാട് സമയമൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു 7 കാഷ്നട്ട് ചേർക്കണുണ്ട്. ഇപ്പോൾ കാഷ്നട്ടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിലേക്ക് ജീരകവും തേങ്ങയാണ് ചേർക്കണത്. പിന്നെ ചിലവർ ഇതേപോലെ കറി വയ്ക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകും കൂടി അരച്ചിട്ട് ചേർക്കും. പക്ഷേ എനിക്ക് കടുക് അരച്ച് ചേർക്കുന്ന ടേസ്റ്റ് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കടുക് ചേർക്കണ്ട. ഒരു 1/4 ടീസ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ അല്ല, ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടിയിട്ട് ഈ തേങ്ങയുടെ കൂടെ അരച്ചിട്ട് ചേർക്കാം. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്, തീ ഓഫ് ചെയ്യട്ടെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫ്രോസൺ തേങ്ങയൊക്കെയാണ് വാങ്ങണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു 2 പിടി തേങ്ങ അത്രയ്ക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കാണ്. തേങ്ങേനെ ജസ്റ്റ് അങ്ങോട്ട് മുകളിലേക്ക് വരണ്ട, തേങ്ങയുടെ അടിയിലായിട്ട് നിന്നാൽ മതി കേട്ടോ വെള്ളം. അതിൻ്റെ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ടാവും, നോക്കട്ടെ. നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കാഷ്നട്ടും കൂടിയിട്ടാണ്ട് അരച്ചപ്പോൾ നല്ല പേസ്റ്റ് പോലെ, നല്ല വെണ്ണ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി ഭയങ്കര തിക്കായിട്ടാണല്ലോ ഇരിക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഏകദേശം ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാണ്. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇനി കറി ഒന്ന് ഇളക്കട്ടെ. ഇനി ഈ തേങ്ങ ഈ പൈനാപ്പിളിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം. തീ നന്നായിട്ട് കൂട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോട്ടെ. ഞാനത് ഇപ്പോൾ എന്തായാലും ഉപ്പ് അത്രയ്ക്ക് അധികം ഉണ്ടാവില്ല. അത് നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്, അത്യാവശ്യം നല്ല എരിവുണ്ട്, ഉപ്പ് കുറവുണ്ട്. ഉപ്പ് ചേർക്കണേ. അപ്പോൾ മധുരം ഇല്ലാത്ത പൈനാപ്പിളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ശർക്കര ആയിരിക്കും പഞ്ചസാര ചേർക്കുക. പക്ഷേ ഈ പൈനാപ്പിൾ കറിയിൽ എനിക്ക് പഞ്ചസാര ചേർക്കാൻ കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇവിടെ മൂടി വയ്ക്കുകയാണ്. വലിയ ബർണറൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചോ. ഇനി ഒരു 5 മിനിറ്റ് കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ കറി തിളക്കുമ്പോഴേക്ക് നമുക്ക് ഈ തൈര് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. കുറേ നേരമായിട്ട് കറക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓണാക്കുക, അപ്പം തന്നെ ഓഫ് ചെയ്യുക. നമ്മൾ കറി മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. കറി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കറി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറി ചെറുതായിട്ട് ഒന്ന് കുറിയ പോലെ ഇരിക്കണില്ലേ, പക്ഷേ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തൈരും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ചാറ് കിട്ടും. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് തൈര് ചേർക്കാണ്. അത് നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അധികം പുളിയൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈരാണ് ചേർത്തേക്കുന്നത്. നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് തോന്നാണ് കുറച്ചുകൂടി തൈര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ തീ ഓഫ് ചെയ്യാം കേട്ടോ. കാരണം തൈര് ചേർത്ത് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നെ കറി നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ കറി ഇപ്പോൾ കണ്ട ഒരിത് നല്ല കട്ടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ തൈര് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് കറി അങ്ങോട്ട് തിളപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറി അങ്ങോട്ട് പിരിഞ്ഞ പോലെ വരും. പിന്നെ കറി ഭയങ്കര വെള്ളം പോലെയൊക്കെ വരും. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി തിളപ്പിക്കേണ്ട. തൈര് ചേർത്ത് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം.
ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. ഇവിടെ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, എന്നാലും വെളിച്ചെണ്ണയ്ക്ക് വലിയ അണക്കം വന്നിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കുക. ഉണക്കമുളക് പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കാരണം ഉണക്കമുളക് അതിൻ്റെ കൂടെ കൊണ്ട് മൊരിഞ്ഞോളും. ഉള്ളിയൊക്കെ ചേർക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക് മുരിഞ്ഞിട്ട് ചേർക്കുക. കാരണം ഉള്ളിയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ഉണക്കമുളക് മുരിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഉള്ളിയൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ കടുക് ഒന്നങ്ങോട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉലുവ ചേർക്കുക. ഉലുവ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കടുക് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർക്കണം, ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരാം. പക്ഷെ നമുക്ക് കിട്ടാനില്ലല്ലോ. തീ ഒരുപാട് കൊണ്ട് കൂട്ടി വയ്ക്കണ്ട. കുറേ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക് കരിഞ്ഞു പോകും. പക്ഷേ ഉണക്കമുളക് ചെറുതായിട്ട് കരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, അതൊരു ടേസ്റ്റാണ് ശരിക്കും അത്. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുഴുവനാണ്ട് പൊട്ടി തരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ്, അല്ലെങ്കിൽ ഉണക്കമുളക് ചിലപ്പോൾ കരിഞ്ഞു പോകും. ഞാനിതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർത്തിട്ടില്ല കേട്ടോ, വളരെ കുറച്ചേ ചേർത്തുള്ളൂ, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ കറിയിലേക്ക് ചേർക്കാം. നല്ല മണം വരുന്നുണ്ട്. ഈ കറി മൂടി വയ്ക്കട്ടെ. ഇപ്പോൾ കറിയിൽ താളിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് കറി ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ കറി നമുക്കൊന്ന് ഇളക്കാം. കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കറി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട്. പാർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു കയ്യിലും പിന്നെ ഒരു പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓണസദ്യക്ക് കറികളൊക്കെ റെഡിയാക്കുമ്പോൾ പൈനാപ്പിൾ കറി മറന്നു പോകരുത്. പൈനാപ്പിൾ കറി ശരിക്കും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല, നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. പൈനാപ്പിൾ കറി, കാളം കറി, ഇഞ്ചിയും പുളി, ഇതൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ റെഡിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ കറികളാണല്ലോ. പിന്നെ നല്ല മധുരമുള്ള കറിയാണ്, പറയേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ ആകുമ്പോൾ നല്ല മധുരമാണ്, കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മുടെ മറ്റുള്ള കറികളുടെ കൂടെയൊക്കെ ഈ നല്ല മധുരമുള്ള കറിയും കൂട്ടിയിട്ടാണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുഴച്ചിട്ടാണ്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് പറയണ്ടല്ലോ. ടേസ്റ്റ് ഞാൻ പറയണില്ല, നിങ്ങൾ ഓണത്തിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഒന്ന് ഇരുന്നിട്ടുണ്ട്. എന്ത് കറി വെച്ച് കഴിഞ്ഞാലും കുറച്ച് നേരം ഒന്ന് ഇരിക്കണം, അപ്പോൾ ആയിരിക്കും അതിൻ്റെ ശരിക്കുള്ള ഒരു കൺസിസ്റ്റൻസിക്കും ശരിയായിട്ട് വരാം. അപ്പോൾ ഈ ഞാൻ തുറന്നുവിട്ട കറി തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഉലുവയൊക്കെ വറുത്ത് ചേർത്തിട്ടുണ്ടല്ലോ, പിന്നെ പൈനാപ്പിളിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കറി നമുക്ക് ഇങ്ങനെ സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഈ പൈനാപ്പിൾ കറി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും പറയില്ല ഈ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്നുള്ളത്. അത്രയ്ക്ക് ടേസ്റ്റുള്ള കറി കേട്ടോ. കാണാൻ പറ്റുള്ള നീക്കി നോക്കിയിട്ട് നല്ല മണം വരുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ നല്ല ടേസ്റ്റുള്ള മണം. അപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് പൈനാപ്പിൾ കറി ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നാളെ നമുക്ക് വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ മിയ കിച്ചൻ്റെ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം.